Okay. Good morning students. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജക്റ്റ് ആണ് നോക്കുന്നത് ഗവേണൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഗവേണൻസ് നമ്മൾ മുന്നേ കേട്ടിട്ടില്ലേ, നമ്മൾ കൊമേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്. ഓക്കെ, അതായത് എന്താണ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇൻഫോർമേഷൻ ടെക്നോളജി, അതായത് ന്യൂ ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും ഗവൺമെൻറ് ട്രാൻസാക്ഷൻസും എല്ലാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജിയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഗവേണൻസോട് ഉദ്ദേശിക്കുന്നത്, ഒരു സിമ്പിൾ ഫോമിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡെഫിനേഷൻ അല്ല, ഇതിൽ കുറച്ച് മീനിങ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് ICT. നമ്മൾ ഇനി പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് അതിൽ കേൾക്കാൻ പറ്റുന്ന ടേമാണ് ICT, അതായത് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, ഇത് ഡേ ടു ഡേ ലൈഫിൽ നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഈ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ICT ഈസ് then about use of technology in information processing and communication particular. അതായത് നമ്മളെല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മുടെ സർവീസസിലായാലും എല്ലാത്തിലും നമ്മൾ ഒരു ഇൻഫോർമേഷൻ ആൻഡ് ICT ഉപയോഗിച്ചിട്ട് നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുന്നതിനെയാണ് നമ്മളൊരു സിമ്പിൾ ഫോമിൽ പറയുകയാണെങ്കിൽ ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്കിനി നോക്കേണ്ടത് എമർജൻസ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് എവിടുന്ന് ഒരു ഇന്ത്യയിൽ നമ്മൾ ഗവേണൻസ് ICT ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇന്ത്യയിൽ വന്നതിൻ്റെ എമർജൻസ് ആണ്. നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ റീഡ് ചെയ്ത് പോവാം. അതായത് ദ മെയിൻ ട്രസ്റ്റ് ഓഫ് ഗവേണൻസ് വാസ് പ്രൊവൈഡഡ് ബൈ ദ launching of NICNET 1987, the National Satellite Based Computer Network. അതായത് ഇതിൽ പറയണമെന്ന് വെച്ചാൽ ഓരോ ഇയറിലും ഓരോരോ സാധനങ്ങൾ വീതം നമുക്ക് എമർജൻസ് ആയിട്ടുണ്ട്, ഓരോ ഇൻഫോർമേഷൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. അതായത് ഗവേണൻസ് വന്നതോടുകൂടി ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവാൻ തുടങ്ങി, നമുക്കതിന് കുറച്ചുകൂടി ആളുകളിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഹെൽപ്പൊക്കെ കിട്ടാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് ഇത് റീഡ് ചെയ്യുക. അതിൻ്റെ എമർജൻസി ഒക്കെയാണ് പറയുന്നത്, ഓരോ ഇയറിലൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞ 1987 ഗവേണൻസിൻ്റെ ലോഞ്ചിങ്ങോട് കൂടി NICNET ലോഞ്ചിങ്ങോട് കൂടി ഗവേണൻസ് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആവാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയണത്. നമ്മൾ നോക്കാം ആപ്ലിക്കേഷൻ ഓഫ് ICT അല്ലേ, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. അതായത് 3 തരത്തിലാണ്. അതായത് ഇൻഫോർമേഷൻ സർവീസസ്, കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആൻഡ് ട്രാൻസാക്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ സർവീസ്. അതായത് ICT എവിടേക്കാണ് ആപ്ലിക്കബിൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇൻഫോർമേഷൻ സർവീസ്. എന്താണ് അതിൻ്റെ പേര് പോലെ, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇൻഫോർമേഷൻ മീൻസ് കളക്ഷൻ ഓഫ് ഫാക്ട്സ് ഫ്രം വിച്ച് കൺക്ലൂഷൻസ് ക്യാൻ ബി ഡ്രോൺ. It is related to data and knowledge, as data represents values attributed to parameters and knowledge significant understanding of the real things. അതായത് എന്താണ് ഡാറ്റാബേസസ് ബേസിൻ്റെ ഹെൽപ്പോട്, അതായത് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ICT അതിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ICT. അതിൽ ഡാറ്റാബേസ്, അതായത് നമ്മളെ നമുക്കൊരു അതിനോട് ഇൻഫോർമേഷൻ അല്ലേ. ഇപ്പം ഇൻഫോർമേഷൻ ടെക്നോളജി വന്നതോടുകൂടി നമ്മളെ ഇൻഫോർമേഷൻ മോസ്റ്റ് ഓഫ് എങ്ങനെയായിട്ടുണ്ട്, ഫേസ് ടു ഫേസിനേക്കാൾ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരാളോടിട്ട് നമ്മളെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നത്. നമ്മൾ കൊമേഴ്സ് പഠിച്ചിട്ടില്ല, അതുപോലെ ഹ്യൂമൻ റിസോഴ്സൽ എന്ന സബ്ജക്റ്റിൽ നമ്മൾ അതിൽ പഠിച്ച കുറേ കാര്യങ്ങളാണ് ഗവേണൻസിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഹെൽപ്പോട് കൂടി ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും അതിൻ്റെ സ്പീഡ് കൂടാനും ഒക്കെ നമുക്ക് ICT വന്നതുകൂടി ഹെൽപ്പായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ പാസ് ചെയ്യാം? ഒരു തേർഡ് പാർട്ടി കേട്ട്, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, എക്കണോമിക് ഇൻഫോർമേഷൻ, ലീഗൽ ഇൻഫോർമേഷൻ, സയൻറ്റിഫിക് ഇൻഫോർമേഷൻ, ഗവൺമെൻറ് ഇൻഫോർമേഷൻ അല്ലേ. നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും, അത് ഗവൺമെൻറ്റിൻ്റെതായാലും ശരി, അഡ്വാൻസ് ടെക്നോളജീനെ സംബന്ധിച്ച്, ഫിനാൻഷ്യലിനെ സംബന്ധിച്ച്, ബാങ്കിങ്, അങ്ങനെ എല്ലാം നമ്മൾ ഇൻഫോർമേഷൻസ് ഏത് ത്രൂ ICTയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് അല്ലേ. നമുക്കിപ്പോൾ ബാങ്കിലെ ഒരു ഇൻഫോർമേഷൻ നമ്മളെ കയ്യിലേക്ക് ഇപ്പം നമുക്ക് വീട്ടിലിരുന്ന് എത്തുന്നില്ലേ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നോ? അല്ല,
അപ്പം നമുക്ക് കുറച്ചുകൂടി ആക്സസബിലിറ്റി കൂടുന്ന പറ്റുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ എന്താണ് ആപ്ലിക്കേഷൻ എവിടെയാണ്? കമ്മ്യൂണിക്കേഷൻ സർവീസസ്. കമ്മ്യൂണിക്കേഷൻ സർവീസസിൽ എങ്ങനെയാണ് വരുന്നത്? There are applications that take communication to next level as they use highly structured data in process of organization. അതായത് ആപ്ലിക്കേഷൻ ഈസ് വർക്ക് ഫ്ലോ മാനേജ്മെൻറ്റ്. നമുക്ക് അതായത് കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് വരുന്നത്? ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ചേഞ്ച് വരുന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ സർവീസിൽ ICT കാരണം അല്ലേ. നമുക്ക് ഇപ്പം നമ്മളെ ഓർഗനൈസേഷനിലായാലും നമ്മളെ സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായാലും നമുക്ക് ഒരു ഐഡിയാസ് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്പോട്ടിൽ അത് ഇൻഫർമേഷൻ സ്റ്റാഫിന് കമ്മ്യൂണിക്കേറ്റ് അവരുടെ ഫീഡ്ബാക്ക് തിരിച്ച് റിസീവ് ചെയ്യാം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താനായിട്ട് നമുക്ക് എന്തുകൊണ്ട് പറ്റിയിട്ടുണ്ട്? ICTയുടെ ഹെൽപ്പോട് കൂടി സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലേ, നമുക്കിപ്പോൾ ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടും ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മളെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം, നമ്മളെ ഐഡിയാസ് ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് പറ്റുന്നുണ്ട്? വളരെ യൂസ്ഫുൾ ആണ്. ഒരു വർക്ക് ഫ്ലോ മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചല്ലേ. വർക്ക് ഫ്ലോ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്മൂത്ത് ഓഫ് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് ഇത് ഹെൽപ്പ് ആവുന്നുണ്ട് അല്ലേ. The basic principle of workflow management is that it is not just a single activity that is being automated, but rather the entire process which the specific task is a part. അല്ലേ, അതായത് വർക്ക് ഫ്ലോ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ട് നമുക്ക് നമ്മുടെ ഡാറ്റാസൊക്കെ എന്താ പറയുക, ഒരു റൈറ്റ് മൊമെൻറ്റിൽ റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് പേഴ്സണിലേക്ക് നമ്മളെ ഡാറ്റ എത്തുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് ആക്സസ് ആവുന്നുണ്ടോ എന്നതൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഷുവർ ചെയ്യാൻ വേണ്ടി മേക്ക് ഷുവർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അതുകൊണ്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. മൂന്നാമത്തത് എന്താ? ട്രാൻസാക്ഷൻ ഓർ രജിസ്ട്രേഷൻ സർവീസസ്. ആപ്ലിക്കേഷൻ ഓഫ് ICT എവിടെയാണ്? ട്രാൻസാക്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ സർവീസസ്. അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? It is the services are becoming more and more important for organization അല്ലേ. ട്രാൻസാക്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ്. ബിസിനസ് ആൻഡ് ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് ദ അല്ലേ. അതായത് ട്രാൻസാക്ഷൻ രജിസ്ട്രേഷൻ സർവീസ് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് ഒരു ഗവൺമെൻറ്റുമായിട്ട് എന്തായാലും ഒരു ലിങ്ക് ഉണ്ടായിരിക്കും അല്ലേ. നമ്മളെ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് തന്നെ ഗവൺമെൻറ്റായിട്ട് ലിങ്ക് മീൻസ് നമുക്ക് എന്തോ ഒരു ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രിൻസിപ്പിളിലാണ് നമ്മളൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്നത്. അപ്പം ഒരു ബിസിനസ്സിനെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഗവൺമെൻറ്റായിട്ടൊരു എന്താ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് അതിനുള്ള ട്രാൻസാക്ഷൻസും അതിനുള്ള രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ സ്മൂത്ത് റണ്ണിങ്ങിലേക്ക് എന്ത് ഹെൽപ്പ് ആവുന്നുണ്ട്? ICTൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് അവർ ആ ഡീലിങ്സ് ഒക്കെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവാനും ഈസി ആവാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? മോണിറ്റർ ചെയ്യില്ലേ, എല്ലാ പ്രോസസ്സും കുറച്ചുകൂടി ഈസി ആയിട്ട് മോണിറ്റർ ചെയ്തെടുക്കാം. ഗവൺമെൻറ് ട്രാൻസാക്ഷൻസ് ആയാലും അവരും ബിസിനസ്സും തമ്മിലുള്ള ഡീലിങ്സ് ആണെങ്കിലും കുറച്ചും കൂടി മോണിറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ICTൻ്റെ ആപ്ലിക്കേഷൻ ഈ ട്രാൻസാക്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ സർവീസസിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ICT ബാക്കി നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്യുക. കുറേ കാര്യങ്ങൾ ഒരു essay പോലെ അതിൽ പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഷോർട്ടാക്കി നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻ ഓഫ് ICTൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻഫർമേഷൻ സർവീസസിൽ എങ്ങനെയാണ് നമ്മൾ നോക്കി, കമ്മ്യൂണിക്കേഷനിൽ നോക്കി, ആൻഡ് ട്രാൻസാക്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ സർവീസസിലും എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി. ദെൻ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഇൻഫോർമേഷൻ സിസ്റ്റം. ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു IT ടേമാണ്. ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ an information system can be defined technically as a set of interrelated components that collect, process, store and distribute information to support decision making and control in organization അല്ലേ. ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെയും അതിനെ കൺട്രോൾ ചെയ്യുന്നതിനെയും ഒക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക കമ്പോണൻറ്റ്, ഒരു ടെക്നിക്കൽ കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക കളക്ഷൻ ഓഫ് ഡാറ്റാസ് ആണ്. അതായത് പ്രോസസ്സ്, സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അല്ലേ. അത്രയും ഇൻഫോർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓർഗനൈസേഷനിൽ എന്താ പറയുക ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സപ്പോർട്ടിനും കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിക്കൽ യൂസാണ് നമ്മൾ എന്താ പറയുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഇൻഫോർമേഷൻ
ക്രിയേറ്റ് ന്യൂ പ്രോഡക്ട്സ് ഓർ സർവീസസ്, അനലൈസ് പ്രോബ്ലംസ്, മേക്കിംഗ് ഡിസിഷൻസ്, കൺട്രോൾ ഓപ്പറേഷൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട് അല്ലേ. ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആപ്ലിക്കബിൾ ചെയ്യുന്നതോടുകൂടി നമുക്കൊരു ഓർഗനൈസേഷനെ ഡിസിഷൻ മേക്കിങ്ങിനെങ്കിലും അതിൻ്റെ സപ്പോർട്ടിനായാലും നമ്മൾ ഓവറോൾ അതിനെ കൺട്രോളിങ്ങിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച്. അതിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത്? ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ്. 3 ആക്ടിവിറ്റീസ് ഉണ്ട്. ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട് അല്ലേ. നമ്മളൊരു ഡാറ്റ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ഡാറ്റാസ് ഇൻപുട്ട് കൊടുക്കുക അല്ലേ. നമ്മൾ ഡാറ്റാസ് എൻ്റർ അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു ബ്ലാങ്ക് കമ്പ്യൂട്ടർ അവിടെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് കാര്യം നമ്മൾ അതിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, അതായത് നമ്മളൊരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ്, മാനേജേഴ്സ്, ഈവൻ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് എന്നാണ് പറയുക. അപ്പം കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസിന് നമ്മൾ പറയുന്നത് ഇൻപുട്ട് കൊടുക്കാം. ദെൻ ആ ഇൻപുട്ട് എന്ത് ചെയ്യും? സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡ് ലാംഗ്വേജിലേക്ക് അതൊരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിന് ശേഷമാണ് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് വെച്ചാൽ അത് നമുക്ക് തിരിച്ച് തരുന്നതിന് എന്താ പറയുക, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ 3 ആക്ടിവിറ്റീസ് ആണ് അതിൻ്റെ ഉള്ളിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ദെൻ കമ്പോണൻസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു IT സിസ്റ്റത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടായിരിക്കും? ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഓർഗനൈസേഷൻ കോർഡിനേറ്റ്സ് വർക്ക് ത്രൂ ഇറ്റ്സ് ഹൈറാർക്കി ആൻഡ് ത്രൂ ഇറ്റ്സ് ബിസിനസ് പ്രോസസ് വിച്ച് ആർ ലോജിക്കലി റിലേറ്റഡ് ടാസ്ക് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് അക്കംപ്ലിഷ് വർക്ക് അല്ലേ. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ബിഹേവിയേഴ്സും, അതായത് വർക്കിൻ്റെ എല്ലാ സ്വഭാവങ്ങളെക്കുറിച്ചായാലും അതിനെക്കുറിച്ചുള്ള എല്ലാ ലോജിക്കൽ ഡാറ്റാസ് ആയാലും ബിസിനസ് പ്രോസസ്സിങ്ങിനെയൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് ജോബ് ഈസ് ടു മേക്ക് സെൻസ് ഔട്ട് ഓഫ് മെനി സിറ്റുവേഷൻസ് ഫേസ്ഡ് ബൈ ഓർഗനൈസേഷൻ, മേക്ക് ഡിസിഷൻ ഫോർ, അതായത് മാനേജ് ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡാറ്റാസും, അതേപോലെ തന്നെ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിനായാലും ശരി, ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസ് ഇതൊക്കെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്തെടുക്കുക. അതൊരു കമ്പോണൻ്റ് ആണ്. ദെൻ IT ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് മെനി ടൂൾസ് മാനേജേഴ്സ് യൂസ്ഡ് ടു കോപ്പ് വിത്ത് ചേഞ്ച് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലേ. അതായത് നമ്മളെ മാനേജേഴ്സ് എന്ത് ചെയ്യുക? ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷൻ ലെവൽ അഡ്വാൻസ്ഡ് ആക്കുക. അതായത് എന്താണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ് അല്ലെ, ടെലി കമ്മ്യൂണിക്കേഷൻ, അതായത് ന്യൂ ടെക്നോളജീസ്, അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എൻഹാൻസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, TPS എന്ന് പറയും, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. ദെൻ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ്, അതായത് റുട്ടീൻ ട്രാൻസാക്ഷൻസ് ആയിരിക്കും നെസസറി, നമ്മൾ ബിസിനസ്സിൻ്റെ ഡെയിലി റുട്ടീൻ ട്രാൻസാക്ഷൻസിനെ പ്രോസസ്സ് ചെയ്യുക. ദെൻ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, മാനേജിങ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വരുന്നത്. ദെൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, നമുക്കൊരു ഓഫീസിനെ സംബന്ധിച്ച് ആ പേര് പോലെ തന്നെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഇൻഫർമേഷൻ സിസ്റ്റം കാരണം. ദെൻ ബിസിനസ് ഇൻ്റലിജൻസ് സിസ്റ്റം അല്ലേ, ബിസിനസ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനും ബിസിനസ്സിലെ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും തന്നെ ഓർഗനൈസേഷൻ അനലൈസ് ചെയ്യാനും അവർക്ക് ഡിസിഷൻ മേക്കിംഗ് മാനേജേഴ്സിന് കുറച്ചും കൂടി ഡാറ്റാസ് ആക്സസ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാനും കൂടി നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നുണ്ട്? ഈ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടൈപ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഗവേണൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഓക്കെ.